നമസ്കാരം. ലോകേഷ് കനകരാജ് വലിയ തലവേദനയിലാണ്. സൺ പിക്ചേഴ്സ് കലാനിധി മാരൻ വലിയ വിഷമത്തിലും അതോടൊപ്പം തന്നെ ഫ്രസ്ട്രേഷനിലും ദേഷ്യത്തിലുമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കൂലി എന്ന ചിത്രത്തിൻ്റെ നിലവിലത്തെ റെസ്പോൺസ് പ്രകാരം തന്നെയാണ്. ചിത്രം റിലീസിന് മുമ്പ് വലിയ ഹൈപ്പിൽ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള സ്പെക്കുലേഷൻസും കഥകളും ഒക്കെ നിറഞ്ഞിരുന്നു. ചിത്രം LCUവിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അതിനുള്ള ഞങ്ങളുടേതായ കൃത്യമായ സോഴ്സുകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സിനിമയിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകേഷ് കനകരാജിൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും വേസ്റ്റ് സിനിമയാണ് കൂലി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം. സിനിമയിലെ ഒരുപാട് ലൂസൻസ്, സിനിമയിലെ ഒരുപാട് പൊരുത്തമില്ലായ്മ, സിനിമയിലെ ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ എല്ലാം നിലനിൽക്കുകയാണ്. പല കാര്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തമായ മറുപടി സിനിമയിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ലോകേഷിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സിനിമയായിട്ട് കൂലി മാറുകയാണ് എന്നുള്ള സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം ഒരു വശത്ത് നിൽക്കെ തന്നെ രജനീകാന്തിനെ പോലൊരു താരത്തെ ഇത്രയും മോശമായി യൂട്ടിലൈസ് ചെയ്ത വേറൊരു സിനിമ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാദവും നിൽക്കുന്നുണ്ട്. എന്തിനാണ് ആമീർ ഖാനെ പോലൊരു താരത്തെ കൊണ്ടുവന്നത്? എന്തുകൊണ്ട് സൗബിനെ കാസ്റ്റ് ചെയ്തു? നാഗാർജുനെ പോലൊരു താരത്തെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരെ ലോകേഷിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഹൈപ്പിൽ റിലീസായതുകൊണ്ട് തന്നെ ആദ്യ ദിവസത്തെ ടിക്കറ്റ് ബുക്കിങ്ങുകൾ എല്ലാം തന്നെ വളരെ തകൃതിയായി മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ മേഖലയിൽ ഒരു പുതിയ ചരിത്രമാണ് കൂലി ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ ഓപ്പണിംഗ് ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുക എന്നുള്ള ലിയോയുടെ 148.5 കോടി രൂപയുടെ കളക്ഷൻ 151 കോടി രൂപയും മുകളിൽ നേടിക്കൊണ്ട് കൂലി ഒരു പുതിയ ചരിത്രം തീർത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ 1000 കോടി എന്നുള്ള കൂലിയുടെ നേട്ടം ഏറ്റവും വലിയ വിദൂരതയിൽ നിൽക്കുകയാണ് എന്നതും പറയേണ്ടി വരും. ഒരു തരത്തിലും ഈ ഒരു റെസ്പോൺസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കൂലിക്ക് 1000 കോടി എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അധികം വിമർശനങ്ങളാണ് സിനിമയ്ക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകേഷിനെ സംബന്ധിച്ചിടത്തോളം ലോകേഷ് ഇങ്ങനൊരു വിമർശനം സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നത് വേണം പറയാൻ. കാരണം തൻ്റെ കഴിഞ്ഞ ചിത്രങ്ങളെല്ലാം തന്നെ 100% വിൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ഒരു ഡയറക്ടറും കൂടിയാണ് ലോകേഷ്. ലോകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫ്ലോപ്പ് സിനിമയായിട്ട് മാറുക. ഇപ്പോൾ ലിയോയ്ക്ക് ഉൾപ്പെടെ സെക്കൻഡ് ഹാഫിലുണ്ടായിരുന്ന വിമർശനങ്ങൾ എന്നുള്ളതല്ലാതെ അതൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നില്ല. പക്ഷേ തൻ്റെ കരിയറിലെ ആദ്യത്തെ ഫ്ലോപ്പ് ചിത്രമായിട്ട് കൂലി മാറുകയാണ് എന്നുള്ളതും കൂടി സംവിധായകനായ ലോകേഷിന് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഇൻസൈഡായിട്ട് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ലോകേഷ് പ്ലാൻ ചെയ്തിരിക്കുന്ന പല ചിത്രങ്ങളുമുണ്ട്. അതിനകത്ത് LCUവുമായി ബന്ധപ്പെട്ട് കൈദി 2ഉം വിക്രം 2ഉം എല്ലാം ലോകേഷിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോകേഷിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നൊരു കാര്യം LCUവുമായിട്ട് തന്നെ ലോകേഷ് മുന്നോട്ട് പോകുന്നു. സ്റ്റാൻഡ് അലോൺ സിനിമകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ യൂണിവേഴ്സ് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലോകേഷ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഒരു സിനിമയുടെ പരാജയത്തിന് ശേഷം എല്ലാവരും കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ലോകേഷിനെതിരെ കാണുന്നത്. സ്വാഭാവികമായും ഒരു ചിത്രം മോശമാണെങ്കിൽ ആളുകൾ അവരുടെ രോഷം മുന്നോട്ട് കൊണ്ടുവരും. അവർ അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കും, സംവിധായകനെതിരെ പ്രകടിപ്പിക്കും. ഇതെല്ലാം വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. ഈ സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് കയറ്റിയത് മാധ്യമങ്ങളാണ് എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ ഹൈപ്പ് കയറ്റി എന്നുള്ളത് വാസ്തവമാണ്. ഇൻഫ്ലുവൻസേഴ്സ് ഹൈപ്പ് കയറ്റി എന്നുള്ളതും വാസ്തവമാണ്. പക്ഷേ മാധ്യമങ്ങളും ഇൻഫ്ലുവൻസേഴ്സും മാത്രമാണോ ഹൈപ്പ് കയറ്റിയത്? തുടരെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓരോ അപ്ഡേറ്റുകൾ പുറത്തുവിട്ട നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സും കലാനിധി മാരനും അവർ പുറത്തുവിട്ട അപ്ഡേറ്റുകൾ നിങ്ങൾ ഹൈപ്പ് കൊണ്ടില്ലേ? 2 ലോകേഷ് കനകരാജ് കൊടുത്ത അഭിമുഖങ്ങൾ, അതും ഗോപിനാഥ് പോലൊരു വ്യക്തിക്ക് മുന്നിൽ 2 മണിക്കൂർ 20 മിനിറ്റുള്ള അഭിമുഖം, ഭരദ്വാജ് രംഗനെ പോലൊരു താരത്തിന് ആൾക്ക് മുന്നിൽ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖത്തിൽ വന്നിട്ട് ഈ സിനിമ ഗംഭീരമായിരിക്കും, ഇൻ്റർവെൽ ബ്ലോക്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനേ നിങ്ങൾക്ക് നേരം ഉണ്ടാവുകയുള്ളൂ, ഈ സിനിമ അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുക, അമീർ ഖാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വന്ന് തള്ളി മറിച്ച സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റെ ഹൈപ്പിൽ നിങ്ങൾ വീണില്ലേ? ഈ ലോകേഷിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടല്ലേ മാധ്യമങ്ങളും ഇൻഫ്ലുവൻസേഴ്സും ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയ്ക്ക് ഹൈപ്പ് കയറ്റിയത്? സ്വാഭാവികമായും സംവിധായകനായ ലോകേഷ് കനകരാജിന് പ്രഷർ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിനകത്ത് മറ്റൊരു ചോദ്യം വരുന്നുണ്ടെന്നേ. ലോകേഷ് തന്നെ പറയുന്നുണ്ട് തൻ്റെ 2 വർഷമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി താൻ മാറ്റിവെച്ചത് എന്നുള്ളതാണ്. ഈ സിനിമ കണ്ടിട്ട് 2 വർഷം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ എന്തോന്നാണ് ഉള്ളത് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ചോദ്യം. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യമായിട്ട് വരുന്നത് ലോകേഷ് പറയുന്ന ഒരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ.
അതായത് രജനിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് അലോൺ സിനിമയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും 1000 കോടി എന്നുള്ള ചോദ്യങ്ങൾ ലോകേഷ് കേൾക്കുമ്പോൾ കിട്ടിയാൽ നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ലോകേഷ് വന്നിരുന്ന് തള്ളുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകും. ലോകേഷിനെ വിശ്വസിക്കണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിലും കൂടി ഒരു ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തായാലും കൂലി ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കിതയ്ക്കുകയാണ്. കാരണം ആദ്യ ദിവസത്തെ നെഗറ്റീവ് റെസ്പോൺസുകൾ ചിത്രത്തെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പോസിറ്റീവോ ഒരു ആവറേജ് റെസ്പോൺസോ ആയിരുന്നെങ്കിൽ പോലും ബുക്ക് മൈ ഷോ പോലുള്ള ബുക്കിംഗ് ആൻഡ് പ്ലാറ്റ്ഫോമുകളിൽ കയറേണ്ട ഒരു സിനിമ കൂടിയായിരുന്നു കൂലി. അത്രമാത്രം സ്റ്റാർ കാസ്റ്റും സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അട്ടർ നെഗറ്റീവ് റിവ്യൂസും കൂടി വന്നതിന് ശേഷം സിനിമയെ അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ലോകേഷിനെയും ബാധിച്ചിട്ടുണ്ട്, സൺ പിക്ചേഴ്സിനെയും ബാധിച്ചിട്ടുണ്ട്. ലോകേഷ് ഈ സിനിമയ്ക്ക് വാങ്ങിച്ച പ്രതിഫലം 50 കോടി രൂപയാണ്. ലോകേഷിന് അതുകൊണ്ട് തന്നെ നെൽസൺ എങ്ങനെയാണോ ബീസ്റ്റിൽ നേരിട്ടത് അതുപോലൊരു ഫേസിലാണ് ലോകേഷ് ഇപ്പോൾ പോകുന്നത്. നെൽസൺ ജയിലറിലൂടെ തിരിച്ചു വന്നതുപോലെ ലോകേഷ് ഇനി തൻ്റെ അടുത്ത സിനിമയിലൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ ലോകേഷിൻ്റെ കരിയറിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിൽ എത്തി നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.